الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك
وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज भी मैं हज़रत मसीह मौऊद अलैहिस्सलाम के ഇന്നും ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ഉദ്ധരണികൾ, അദ്ദേഹം വിവരിച്ച ചില സംഭവങ്ങൾ, ജനങ്ങൾ വിവരിച്ച സംഭവങ്ങൾ എന്നിവ കേൾപ്പിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എന്നെ സത്യപ്പെടുത്തുന്നതിനായി വെളിപ്പെട്ട അടയാളങ്ങൾ ഇന്നത്തെ തീയതി വരെ, അതായത് 16 ജൂലൈ 1906 വരെ ഓരോന്നും ഞാൻ എണ്ണുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, അവ 3 ലക്ഷത്തിൽ കൂടുതലാണ്. എന്റെ സത്യപ്രസ്താവനയെ ആരെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്ക് അതിനുള്ള തെളിവ് നൽകാൻ ഞാൻ തയ്യാറാണ്. ചില അടയാളങ്ങൾ അള്ളാഹു എല്ലാ സന്ദർഭങ്ങളിലും തന്റെ വാഗ്ദാന പ്രകാരം കഠിന ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുകയുണ്ടായി. എല്ലാ അവസരങ്ങളിലും തന്റെ വാഗ്ദാന പ്രകാരം എന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവൻ പൂർത്തിയാക്കുന്നതായിരുന്നു ചില അടയാളങ്ങൾ. മറ്റു ചിലത് ഇന്നി മുഹീനും മൻ അറാദ ഇഹാനത്തക്ക എന്ന തന്റെ വാഗ്ദാന പ്രകാരം എന്നെ ആക്രമിച്ചവരെ നിന്ദ്യരും നികൃഷ്ടരുമാക്കി മാറ്റുകയുണ്ടായി. ചില അടയാളങ്ങൾ എനിക്കെതിരിൽ കള്ളക്കേസ് നൽകിയവർക്കെതിരിൽ അള്ളാഹു തന്റെ പ്രവചന പ്രകാരം എന്നെ വിജയിപ്പിക്കുകയുണ്ടായി. വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാം കാണുന്ന കാഴ്ചയാണിത്. ഇന്നി മുഹീനുൻ മൻ അറാദ ഇഹാനത്തക്ക എന്ന പ്രവചന പ്രകാരം പുലർന്നതായി നമുക്ക് കാണാം. ആഫ്രിക്കയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സംഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് അള്ളാഹു ശത്രുക്കളെ എങ്ങനെയാണ് നിന്ദ്യരാക്കുന്നത് എന്നാണ്. അവർ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ വചനമായ ഉംലീലഹും ഇന്ന കൈദി മതീൻ എന്നത് എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അവരും പിന്തിരിയുന്നില്ലെങ്കിൽ പിടിക്കപ്പെടുന്നതാണ്. പറയുന്നു, ചില അടയാളങ്ങൾ എന്നെ നിയമിക്കപ്പെട്ട കാലം മുതൽ തുടങ്ങുന്നതാണ്. ഇത്രയധികം കാലയളവ് ലോകം ഉണ്ടായ നാൾ മുതൽ ഇതുവരെ ഒരു കള്ളവാദിക്കും അള്ളാഹു നൽകിയിട്ടില്ല. കാലഘട്ടത്തിന്റെ അവസ്ഥ നോക്കിയാൽ ചില അടയാളങ്ങൾ ലഭിക്കുന്നതാണ്. ഈ കാലഘട്ടം ഒരു ഇമാമിന്റെ ആവശ്യകതയെ അംഗീകരിക്കുന്നതാണ്. അടയാളങ്ങളിൽ ചിലത് സുഹൃത്തുക്കൾക്കായി എന്റെ ദുആകൾ സ്വീകരിക്കപ്പെട്ടതാണ്. ചിലത് കഠിന ശത്രുക്കൾക്കെതിരിൽ എന്റെ ശാപപ്രാർത്ഥന ഫലം ചെയ്തതാണ്. ചില അടയാളങ്ങൾ അപകടകരമായ ചില രോഗങ്ങൾ സുഖം പ്രാപിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. അവർ സുഖം പ്രാപിക്കുമെന്ന് നേരത്തെ എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്റെ സത്യത്തിനുള്ള തെളിവെന്ന നിലയിൽ മഹൽ വ്യക്തികൾക്ക്, മുസ്ലിം നേതാക്കളും ഭക്തരുമായി അംഗീകരിക്കപ്പെട്ടിരുന്നവർക്ക് സ്വപ്ന ദർശനമുണ്ടായതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. സജ്ജാദ നസീൻ സാഹിബ്, അൽ ആലം സിന്ധ് പോലെയുള്ളവർക്ക് ഇവരുടെ ശിഷ്യഗണം 1,00,000 കൂടുതലുണ്ട്. ഖാജ ഗുലാം ഫരീദ് സാഹിബ് ചാട്ചടാം വാലെക്കും കാണിക്കപ്പെട്ടു. ചില അടയാളങ്ങൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. ആയിരക്കണക്കിന് പേർ എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യാനുണ്ടായ കാരണം ഇദ്ദേഹം സത്യവാനാണെന്ന് അവരോട് സ്വപ്നത്തിൽ പറയപ്പെടുകയുണ്ടായി. ഇദ്ദേഹം ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ചിലർ ബയ്യത്ത് ചെയ്തത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്തു, ലോകം അവസാനിക്കാറായി, ഇദ്ദേഹം അള്ളാഹുവിന്റെ അവസാനത്തെ ഖലീഫയും വാഗ്ദത്ത മസീഹുമാണ്. ചില അടയാളങ്ങൾ എന്നത് എന്റെ ജനനത്തിനും എത്രയോ മുമ്പ് ദൈവഭക്തരായ ചിലർ എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മസീഹ് മൗഊദാണെന്ന് പറയുകയുണ്ടായി. നിഅമത്തുല്ലാ വലി മിയാ ഗുലാബ് ഷാ, ജമാൽപൂർ ജില്ല, ലുധിയാന എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സ്ഥലത്ത്
ആ മഹാത്മാവ് പറയുന്നു, അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അഹമ്മദിയായ बड़े भाई സാഹിബ് സാദ സിറാജുല്ല സാഹിബ് നുമാനിയുടെ മൂത്ത സഹോദരൻ अपने भाई വലിയ പീറായിരുന്നു. അഹമ്മദിയായ തന്റെ സഹോദരന് അദ്ദേഹം ഒരു കത്തെഴുതി, എനിക്ക് क्या मिर्जा साहब भी കഷ്ഫെ കബൂർ ചെയ്യിപ്പിക്കാൻ കഴിയും. कशफ कबूर ये है कि മിർസ സാഹിബിനും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? കഷ്ഫെ കബൂർ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ അവസ്ഥ അറിയാൻ കഴിയുക, तो मुस्लिम മരിച്ച ആളുമായി കൂടിക്കാഴ്ച നടത്തിപ്പിക്കുക, कशफ कबूर ഇതിനാണ് പറയുക. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി പറയുന്നു, കഷ്ഫെ കബൂർ എന്നത് തികച്ചും നിരർത്ഥകമായ പ്രവൃത്തിയാണ്. ജീവനുള്ള അള്ളാഹുമായി സംസാരിക്കുകയും അവന്റെ നവനവമായ വഹികൾ ആ വ്യക്തിക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ, അതോടൊപ്പം ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് തെളിവുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തിക്ക് മരിച്ചവരോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നത്? മൃതരെ അന്വേഷിക്കേണ്ട ആവശ്യമെന്തുണ്ട്? एक एक कार्ड और एक മൃതിയടഞ്ഞ ഇന്ന വ്യക്തിയോട് ഇവൻ സംസാരിച്ചു എന്നതിന് എന്താണ് തെളിവുള്ളത്? ഇവിടെ ദൈവത്തോട് സംസാരിക്കുന്നതിന് ലക്ഷക്കണക്കിന് തെളിവുകളുണ്ട്. ഓരോ പോസ്റ്റ് കാർഡും ഓരോ വ്യക്തിയും ഓരോ രൂപയും ഇവിടെ വരുന്നത് തന്നെ അള്ളാഹുവിന്റെ ശക്തമായ ഒരു തെളിവാണ്. കാരണം ഒരു ദീർഘകാലം മുമ്പ് അള്ളാഹു പറയുകയുണ്ടായി, യഅ്തൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വയഅ്തീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇത് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അന്ന് ആരും എന്നെ അറിയില്ലായിരുന്നു. ഈ പ്രവചനം എന്തുമാത്രം ശക്തമായ രീതിയിലാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത്. क्या पड़ी है? ഇതിന് തുല്യമായ വല്ല ഉദാഹരണവും കാണിക്കാൻ കഴിയുമോ? ചുരുക്കത്തിൽ ജീവനുള്ള ദൈവത്തെ കൈവിട്ട് മരിച്ചവരെ പിടിക്കേണ്ട ആവശ്യം നമുക്കെന്ത്? मैं सच सच कहता हूँ, പറയുന്നു ആ മഹാത്മാവ്, നോക്കൂ, ये मत करो। ഞാൻ സത്യം സത്യമായി പറയുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ അടയാളങ്ങളോട് അനാദരവ് കാണിക്കരുത്, और खुदा അതിനെ നിസ്സാരമായി കാണരുത്. ഇവയെല്ലാം ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ്. അള്ളാഹു ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ നടന്നൊരു കാര്യം പറയാം. ലേഖനം അള്ളാഹുവിന്റെ അതിമഹത്തായ അടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. കോടിക്കണക്കിന് ആളുകൾ ഈ പ്രവചനത്തിന് സാക്ഷികളാണ്. ലേഖനമാണ് ഇതിന് പരസ്യം ചെയ്തത്. അയാൾ എവിടെ പോകുമ്പോഴും അത് വിവരിച്ചു നടക്കും. ഈ അടയാളം ഇസ്ലാമിന്റെ സത്യതയ്ക്ക് വെളിപ്പെടാനായി അയാൾ സ്വയം ആവശ്യപ്പെട്ടതായിരുന്നു. സത്യമതത്തെയും അസത്യമതത്തെയും തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡമായി അയാൾ അംഗീകരിച്ചതായിരുന്നു. അവസാനം അയാൾ ഇസ്ലാമിന്റെ സത്യതയ്ക്കും എന്റെ സത്യതയ്ക്കും തന്റെ രക്തം കൊണ്ട് സാക്ഷ്യം कदर बेइंसाफी എഴുതുന്നവനായി മാറി. ഈ അടയാളത്തെ തള്ളുകയും ഇതിനെ ഗൗരിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് എന്തുമാത്രം അനീതിയും അക്രമവുമാണ്. ഇത്രയും തുറന്ന തരത്തിലുള്ള അടയാളങ്ങൾ നിഷേധിക്കുക എന്നത് സ്വയം ലേഖനമായി തീരുന്നതിന് സമമാണ്. എനിക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും ഓരോ സമൂഹത്തിന് വേണ്ടിയും അടയാളങ്ങൾ കാണിച്ചിട്ടും തന്റെ കോപവും സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ അടയാളങ്ങൾ പ്രകടമാക്കിയിട്ടും എന്നിട്ടും അവയെ പാഴ്വസ്തുവിനെ പോലെ ചവിറ്റുകൊട്ടയിൽ വലിച്ചെറിയുക എന്നത് വലിയ ഭാഗ്യദോഷമല്ലാതെ മറ്റെന്താണ്? മാത്രമല്ല അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്യുന്നതാണ്. कि अल्लाह ताला भी उसकी परवाह नहीं करता। അള്ളാഹുവിന്റെ അടയാളങ്ങളെ വിലമതിക്കാത്തവർ ഓർക്കുക, അള്ളാഹു അവരെയും വിലമതിക്കുന്നതല്ല. ദൈവത്തിൽ നിന്നും വെളിപ്പെടുന്ന അടയാളങ്ങൾ ഒരു ബുദ്ധിമാനും ദൈവത്തെ ഭയക്കുന്നവനും लेकिन जो फरासत വേഗം അവയെ തിരിച്ചറിയുന്നവനാണ്. के खौफ അതിൽ നിന്നും അവൻ ഫലമെടുക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഉൾക്കാഴ്ച നൽകാത്തവൻ, ദൈവഭയം മുന്നിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്തവൻ തീർച്ചയായും നന്മയിൽ നിന്നും അകറ്റപ്പെടുന്നതാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്നത് ദുന്യാവ് മാത്രമായിരിക്കരുത് എന്നും വിശ്വാസത്തിന്റെ അവസ്ഥ അതുപോലെ തന്നെ നിലനിൽക്കരുത് എന്നുമാണ്. അള്ളാഹ് അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. അങ്ങനെ പ്രകടമായ തരത്തിൽ ആയിരുന്നുവെങ്കിൽ യഹൂദികൾ ഹദ്റത്ത് മസീഹിനെ നിഷേധിക്കുമായിരുന്നില്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിഷേധിക്കുമായിരുന്നു. വിശിഷ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രമാത്രം പ്രയാസങ്ങൾ സഹിക്കേണ്ടതായി വരുമായിരുന്നോ? അദൃശ്യങ്ങളിലുള്ള വിശ്വാസം പാടെ ഇല്ലാതായി തീരുന്ന അടയാളങ്ങൾ പ്രകടമാക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയേ അല്ല. അജ്ഞനും അസംസ്കൃതനും അള്ളാഹുവിന്റെ നടപടിച്ചട്ടങ്ങളെക്കുറിച്ച് അറിയാത്തതുമായ വ്യക്തി അദൃശ്യങ്ങളിലുള്ള വിശ്വാസം തന്നെ ഇല്ലാതാക്കുന്ന കാര്യത്തെ മുജ്സത്ത് അടയാളങ്ങൾ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അള്ളാഹു അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. നമ്മുടെ ജമാഅത്തിനായി അള്ളാഹു തല ഒരു കുറവ് വരുത്തിയിട്ടില്ല. ആർക്കും ഒരാളുടെ മുമ്പിലും നാണിച്ച് തലകുനിക്കേണ്ടി വരില്ല. ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചവരിൽ ഒരാൾക്ക് പോലും ഞാൻ ഒരടയാളവും കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അക്കാലത്ത് ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കുന്നവരും ഇന്ന് പ്രവേശിക്കുന്നവരും അടയാളങ്ങൾ കണ്ടിട്ടാണ് പ്രവേശിക്കുന്നത്. ജന്മന അഹമ്മദികളായവർ തങ്ങളുടെ പൂർവികരുടെ
അടയാളങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ അവർ വായിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. പറയുന്നു, ബറാഹിനെ അഹമ്മദിയ വായിക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇക്കാലത്തുള്ള എല്ലാ വാർത്തകളും അതിലുണ്ട്. സുഹൃത്തുക്കളെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചുമെല്ലാം. 30 വർഷം മുമ്പ് ഈ പ്രസ്ഥാനത്തിന്റെ പേരോ അടയാളം പോലുമോ ഇല്ലാത്ത കാലത്ത്, മാത്രമല്ല ഇത്രയും കാലം താൻ ജീവിച്ചിരിക്കുമെന്ന് ഒരു ഉറപ്പ് പോലും നൽകാൻ കഴിയാത്ത ആ കാലത്ത് ഇത്രയും മഹത്തരമായ കാര്യങ്ങൾ പ്രവചിക്കുകയും അതെല്ലാം പൂർത്തിയാക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന് സ്വയം ചെയ്യാൻ കഴിയുമോ? ഒന്നോ രണ്ടോ അല്ല, ബറായിനെ അഹമ്മദിയ മുഴുവനും അഹമ്മദികളുടെ വീടുകളിലുണ്ട്. ക്രിസ്ത്യാനികളുടെയും ആര്യസമാജികളുടെയും ഗവൺമെന്റിന്റെയും പക്കലുണ്ട്. ദൈവഭയമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ബറായിനെ അഹമ്മദിയയിലുള്ള അടയാളങ്ങൾ ഒന്ന് മാത്രം എടുത്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. നോക്കൂ, എന്നെ ആരും അറിയാത്ത കാലത്ത്, ആരും ഇവിടെ വരാത്ത കാലത്ത്, ആരും എന്നോടൊപ്പം ഇല്ലാതിരുന്ന കാലത്ത്, ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജമാഅത്തിനെ കുറിച്ച് അന്ന് അറിവ് നൽകുകയുണ്ടായി. ഈ പ്രവചനങ്ങൾ വെറും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് ഇത്രയും വലിയ ജമാഅത്ത് ഇന്നിവിടെ എങ്ങനെയുണ്ടായി? കാദ്യാനുപുറത്ത് ഒരാളും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയെ ബറാഹിനെ അഹമ്മദിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: വഹാനാൻ തുആന വതൂറഫു ബൈനന്നാസ്. സമയം ഇതാ വരുന്നു, നീ സഹായിക്കപ്പെടുന്നതാണ്, ജനങ്ങൾക്കിടയിൽ നീ പ്രസിദ്ധി കൈവരിക്കുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തി ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, അറബിൽ നിന്നും ഷാമിൽ നിന്നും മിസ്രിൽ നിന്നും എല്ലാം പുറപ്പെട്ട് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ജനങ്ങൾ അദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഇക്കാലത്ത് ആഫ്രിക്കയിലും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കാദിയാനിൽ നിന്നും 3 ദിവസം അറബ് നാടുകൾക്കായി പ്രത്യേക പരിപാടി നടത്തുകയുണ്ടായി. അത് അറബ് നാടുകളിൽ ഒരു കോലിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. പറയുന്നു, ഇത് അള്ളാഹുവിന്റെ വചനമല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ ഇംഗിതത്തിനെതിരുള്ള ഒരു കച്ചുകെട്ടുകാരന്റെ പദ്ധതിയായിരുന്നുവെങ്കിൽ ദൈവം അദ്ദേഹത്തെ സഹായിച്ചത് എന്തിന്? ഇങ്ങനെയുള്ള അവസരങ്ങളും വസ്തുക്കളും അദ്ദേഹത്തിന് അനുകൂലമാക്കിയത് എന്തിന്? ഇവയെല്ലാം ഞാൻ സ്വയം നിർമ്മിച്ചതാണോ? അള്ളാഹു കച്ചുകെട്ടുകാരനെ ഈ രീതിയിലാണ് സഹായിക്കാറുള്ളതെങ്കിൽ സത്യവാൻമാരെ തിരിച്ചറിയാനുള്ള മാനദണ്ഡം പിന്നെ എന്താണ്? ഇതിന് നിങ്ങൾ സ്വയം മറുപടി നൽകുക. സൂര്യനും ചന്ദ്രനും 1 മാസത്തിൽ ഗ്രഹണം സംഭവിക്കുക എന്നത് എന്റെ കഴിയിൽപ്പെട്ടതായിരുന്നു. ഞാൻ ബാധിക്കുന്നതോടുകൂടി എനിക്ക് അത് വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമഹദിക്കുള്ള അടയാളമായി പറയുകയും അള്ളാഹു എന്റെ വാദത്തിന് ശേഷം അത് പുലർത്തുകയും ചെയ്തിരിക്കെ ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലായിരുന്നുവെങ്കിൽ ദൈവം ജനങ്ങളെ വഴികേടിലാക്കാനാണോ ഇത് ചെയ്തത്? ചിന്തിച്ചതിന് മറുപടി പറയുക. എന്നെ നിഷേധിക്കുന്നത് നിങ്ങളെ എവിടെ വരെ എത്തിക്കുമെന്ന് ചിന്തിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കേണ്ടതായി വരും, കൂടാതെ അള്ളാഹുവിനെയും നിശ്ചയമായി നിഷേധിക്കേണ്ടതായി വരും. ഇതേപോലെ ഈ അടയാളങ്ങൾ 2 or 4 അല്ല ഉള്ളത്, 1000 ലക്ഷങ്ങൾ വരെ അതിന്റെ എണ്ണം എത്തുന്നതാണ്. നിങ്ങൾ ഏതിനെയെല്ലാം നിഷേധിക്കും? ഇതേ ബറാഹീനിൽ മറ്റൊന്ന് എഴുതിയിരിക്കുന്നത് യഅ്തൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് കാണാം. നിങ്ങൾ ഇവിടെ സ്വയം വന്നത് തന്നെ ഒരടയാളമാണ്. ഇതിനെയും നിഷേധിക്കുമോ? നിങ്ങളുടെ വരവോടുകൂടി പ്രകടമായി ഈ അടയാളത്തെ മായ്ച്ചു കളയാൻ സാധിക്കുമെങ്കിൽ മായ്ച്ചു കളയുക. എനിക്ക് വീണ്ടും പറയാനുള്ളത്, അള്ളാഹുവിന്റെ അടയാളങ്ങൾ നിഷേധിക്കുന്നത് നല്ലതല്ല. ഇത് മുഖേന അള്ളാഹുവിന്റെ കോപം ആളിക്കത്തുന്നതാണ്. എന്റെ ഹൃദയത്തിലുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹുവിന് ശരിക്കും അറിയാം ഞാൻ സത്യവാനാണെന്ന്, അവനിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നും. നിങ്ങൾ ഇവിടെ വരികയും ഒരടയാളം പൂർത്തിയാക്കുകയും ചെയ്തു എന്നതിനെ കുറിച്ച് പറയുന്നത്, ഒരു നവ മുസ്ലിം ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിം ആയി കഴിഞ്ഞിരുന്നു. എന്നാൽ കാദിയാനിൽ വന്ന് അടയാളം കാണിക്കാനായി ബാഗ്ദത്ത മസീനോട് അപേക്ഷിക്കുകയുണ്ടായി. ആ സമയത്താണ് വിശദമായി മുകളിലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത്. അടയാളം എന്നാൽ എന്താണ്? മാത്രമല്ല നിങ്ങളുടെ ഇവിടെയുള്ള വരവ് തന്നെ ഒരു അടയാളമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഓരോ നാട്ടിലും ഈ അടയാളങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. രോഗശാന്തിയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ പ്രകടമായി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, സർദാർ നവാബ് മുഹമ്മദ് അലി ഖാൻ സാഹിബ് റയീസ് മാലർകോട്ടിലയുടെ മകൻ അബ്ദുർ റഹീം ഖാൻ ശക്തമായ ടൈഫോയിഡ് പനിയിൽ അകപ്പെടുകയുണ്ടായി. ശക്തമായ പനിയായിരുന്നു. ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി മരിച്ചതുപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മനസ്സിലായത്
മാറ്റപ്പെടാത്ത വിധി പോലെയാണിത്. അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ സവിധത്തിൽ പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, ഞാൻ ഇവര് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നു, ശുപാർശ ചെയ്യുന്നു. അള്ളാഹു ഇതിനുള്ള മറുപടിയായി പറഞ്ഞു, മൻസല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. ദൈവിക അനുമതി കൂടാതെ ആർക്കാണ് ശുപാർശ ചെയ്യാനുള്ള ധൈര്യമുണ്ടാവുക? അപ്പോൾ ഞാൻ നിശബ്ദനായി. അതിന് തൊട്ടുശേഷം ഇപ്രകാരം ഇൽഹാമുണ്ടായി, ഇന്നക അൻതൽ മജാസ്, നിനക്ക് ശുപാർശ ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ വേദനയോടും ഉള്ളുരുക്കത്തോടും കൂടി പ്രാർത്ഥിച്ചു. അള്ളാഹു എന്റെ ദുആ സ്വീകരിക്കുകയും കുട്ടിയെ ഖബറിൽ നിന്നും പുറത്തു വന്നതുപോലെ സുഖം പ്രാപിക്കുകയും ചെയ്തു. വളരെയധികം ക്ഷീണിച്ചിരുന്നു ആ കുട്ടി. ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ശരിയായ ആരോഗ്യം വീണ്ടും കിട്ടിയത്. നല്ല ആരോഗ്യവാനായി തീർന്നു. പിന്നീട് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കുന്നു, ബഷീർ അഹമ്മദ് എന്ന പേരുള്ള എന്റെ മകൻ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് പറയുന്നത്. നേത്രരോഗം പിടിപെട്ടു. ഒരു മരുന്നും ഫലം ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാഴ്ച നഷ്ടപ്പെടുമോ എന്ന അവസ്ഥ വരെ എത്തി. രോഗം മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ ദുആ ചെയ്തു, ഇൽഹാമുണ്ടായി, ബർറക തിഫ്ലി ബഷീർ, എന്റെ കുട്ടി ബഷീർ കാണാൻ തുടങ്ങി. ആ ദിവസമോ അടുത്ത ദിവസമോ അവൻ സുഖം പ്രാപിച്ചു. ഈ സംഭവം ഏകദേശം 100 ആളുകൾക്കെങ്കിലും അറിയാം. എതിരാളികൾ നാശമടഞ്ഞതിനെ കുറിച്ചുള്ള അടയാളങ്ങളുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, 71-ാം അടയാളം സിറുൽ ഖിലാഫ എന്ന ഗ്രന്ഥത്തിൽ 62-ാം പേജിൽ ഞാൻ അത് എഴുതിയിട്ടുള്ളതാണ്. എതിരാളികളിൽ പ്ലേഗ് വരുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഹിദായത്ത് തീരെ വിധിച്ചിട്ടില്ലാത്ത എതിരാളികളിൽ പ്ലേഗ് വരാനാണ് പ്രാർത്ഥിച്ചത്. ഈ ദുആക്ക് വർഷങ്ങൾക്ക് ശേഷം ഈ നാട്ടിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. ചില കഠിന എതിരാളികൾ ലോകത്തോട് വിട പറഞ്ഞു. ആ ദുആ ഇതായിരുന്നു, ഫഖുസ് റബ്ബി മിൻ ആദസ്സലാഹി വമുഫ്സിദൻ വനസ്സിൽ അലൈഹി റിജ്സ അക്കം വദമ്മിറു. എന്റെ നാഥ, സത്യമാർഗത്തിന്റെയും സൽപ്രവൃത്തിയുടെയും ശത്രുവും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നീ പിടിക്കുകയും പ്ലേഗ് എന്ന ശിക്ഷ അവരുടെ മേൽ പതിപ്പിച്ച് അവനെ നശിപ്പിക്കുകയും ചെയ്യണമേ. ഫർരിജ് ഖുറൂബി യാ കരീമി വനജ്ജിനി വമസ്സിഖ് ഹസീമി യാ ഇലാഹി വഗ്ഫിരി. എന്റെ അസ്വസ്ഥതകൾ ദൂരീകരിക്കണമേ, ദുഃഖത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ. ആദരണീയനായ എന്റെ നാഥ, എന്റെ ശത്രുവിനെ കഷണമാക്കണമേ, അവനെ നിന്ദ്യനാക്കണമേ. ഇജാസ് അഹമ്മദി എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പ്രവചനം ഉണ്ടായിരുന്നു, ഇദാമാ ഗളബ്ന ഗാലിബല്ലാഹു സായിലൻ അലാ മുഅ്തദിൻ യുഅസ്സി വബിസ്സൂഇ യജ്ഹറു. നാം കോപം പ്രകടിപ്പിക്കുമ്പോൾ അതിരുകടക്കുന്ന വ്യക്തിയോട് അല്ലാഹു കോപിക്കുന്നു. അവൻ പ്രകടമായ തിന്മ ചെയ്യുന്നവനായിരിക്കും. വയഅതി സമാനുൻ കാസിറുൻ കുല്ല ളാലിമിൻ വഹൽ യുഹ്ലകന്നൽ യൗമ ഇല്ലൽ മുദമ്മറു. ആ കാലം ഇതാ വരുന്നു, അത് ഓരോ അക്രമിയെയും നശിപ്പിക്കുന്നതാണ്. തന്റെ തിന്മ കാരണം നശിപ്പിക്കപ്പെട്ടവർ മാത്രമേ നശിപ്പിക്കപ്പെടുകയുള്ളൂ. വഇന്നി ലശർറുന്നാസി ഇല്ലയകുല്ലഹും ഇല്ലയകുല്ലഹുൻ ജസാ ഇഹാനതിഹിം സഗാറുൻ യുസഗിറു. നിന്ദ്യതയ്ക്ക് പകരം അവർക്ക് നിന്ദ്യത പ്രതിഫലമായി ലഭിക്കുന്നില്ല എങ്കിൽ എല്ലാ ദുഷ്ടരെക്കാളും വലിയ ദുഷ്ടനായി ഞാൻ മാറുന്നതാണ്. ഖലല്ലാഹു അന്നത്തഗ്ന ബിത്തഗ്നി ബൈനനാ വസാലിക താഊനുൻ അതാഹും ലിയുബ്സിറു. കുത്തുവാക്കുകൾക്ക് പകരം കുത്തുവാക്കുകൾ തന്നെ നൽകാൻ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് പ്ലേഗ്, അതവരെ പിടികൂടുന്നതാണ്. വലമ്മാ തഗൽ ഫിസ്കുൽ മുബീദു ലിസൈലിഹി തമന്നൈതു ലൗ കാനൽ വബാഉൽ മുതബ്ബിറു. നശിപ്പിക്കുന്ന ധിക്കാരം അതിര് കടന്നപ്പോൾ നാശം വിതക്കുന്ന പ്ലേഗ് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനുശേഷം ഈ ഇൽഹാമുണ്ടായി, ഏ ബസാഖാനയെ ദുഷ്മൻ കെ തൂ വീരാൻ കർദി. ഫാർസയിൽ, നീ എത്രയോ ശത്രുക്കളുടെ വീടുകളെ ശൂന്യമാക്കുകയുണ്ടായി. ഇത് അൽ ഹക്കം, അൽ ബദർ എന്നിവയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ അതിക്രൂരമായ
ഉപദ്രവത്തിന് ശേഷമാണ് മുകളിലെ ദുആ ചെയ്തത്. അത് ദൈവസവിധത്തിൽ സ്വീകരിക്കപ്പെടുകയും പ്രവചനപ്രകാരം പ്ലേഗിന്റെ ശിക്ഷ തീ പോലെ അവരിൽ വർഷിക്കുകയും ചെയ്തു. എന്നെ കളവാക്കുകയും എന്നെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്ന ആയിരക്കണക്കിന് ശത്രുക്കൾ നാശമടയുകയുണ്ടായി. എന്നാൽ ഇവിടെ നാം മാതൃക എന്ന നിലയ്ക്ക് അതികഠിന ശത്രുക്കളുടെ ചില ഉദാഹരണങ്ങൾ സമർപ്പിക്കാം. ഒന്നാമതായി പറയുന്നത് മൗലവി റസൂൽ ബാബ അമൃത്സർ ആണ്. അയാൾ എനിക്കെതിരിൽ പുസ്തകം എഴുതുകയുണ്ടായി. വളരെ പരുഷമായ വാക്കുകൾ അതിൽ പ്രയോഗിച്ചു. ഈ നശ്വരമായ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട് കളവ് പറഞ്ഞു. അള്ളാഹുവിന്റെ വാഗ്ദാനപ്രകാരം പ്ലേഗ് പിടിപെട്ട് മരിക്കുകയുണ്ടായി. അതിനുശേഷം ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ബട്ടാല മുഹമ്മദ് ബക്ഷ് എന്റെ ശത്രുതയിലും എതിർപ്പിലും അരയും തലയും മുറുക്കി രംഗത്ത് വന്നു. അവസാനം അയാളും പ്ലേഗ് മുഖേന നശിപ്പിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷം ജമ്മുവിലെ ചിറാദീൻ രംഗത്ത് വന്നു. അദ്ദേഹം താൻ റസൂലാണെന്ന് വാദിച്ചിരുന്നു. എന്നെ ദജ്ജാൽ എന്ന് വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് ഹദ്റത്ത് ഈസ എനിക്കൊരു വടി നൽകിയിട്ടുണ്ട്. ഈ ഈസയുടെ വടി കൊണ്ട് ഞാൻ ദജ്ജാലിനെ കൊല്ലുന്നതാണ്. അയാളുടെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ച ദാഫിഉൽ ബല വമിയാർ അൽ ഇസ്തിഫ എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം അയാളെക്കുറിച്ച് പറഞ്ഞ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 1906 ഏപ്രിൽ 4 തീയതി അയാളുടെ 2 ആൺമക്കളോടൊപ്പം പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. എന്നെ കൊല്ലാനായി കൊണ്ടുവന്ന ഈസയുടെ വടിയെവിടെ? ഇന്നീലെ മേൽ മുർസലീൻ എന്ന അയാളുടെ ഇൽഹാം എവിടെ പോയി? ദുഃഖകരമെന്നല്ലാതെ എന്തു പറയാൻ. പലരും ആത്മപരിശുദ്ധി കൈവരിക്കുന്നതിന് മുമ്പേ തന്നെ സ്വന്തം ആഗ്രഹങ്ങളെ ഇൽഹാമാണ് തെറ്റിദ്ധരിക്കുന്നു. ആത്മവിശുദ്ധി കൈവരിക്കുന്നതിന് മുമ്പേ അവർ കരുതുന്നത് ഞങ്ങൾ വിശുദ്ധരായി മാറി എന്നാണ്. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളെ ഇൽഹാമായി അവർ മനസ്സിലാക്കുന്നു. പറയുന്നു, ഇത് കാരണമാണ് നിന്ദതയോടും അപമാനത്തോടും കൂടി അവരുടെ മരണം വരുന്നത്. ഇവർ കൂടാതെ മറ്റു പലരുമുണ്ട്. അവരെല്ലാം ഉപദ്രവിക്കുന്നതിലും പരിഹസിക്കുന്നതിലും അതിൽ കടക്കുകയാണുണ്ടായത്. അള്ളാഹുവിന്റെ കോപത്തെ തൊട്ടൊരിക്കലും ഭയപ്പെടാറുണ്ടായിരുന്നില്ല. രാവും പകലും പരിഹസിക്കുകയും കുത്തുവാക്ക് പറയുകയും അപമാനിക്കുകയുമായിരുന്നു അവരുടെ ജോലി. അവരെല്ലാം അവസാനം പ്ലേഗിൽ പിടിയിൽ അകപ്പെടുകയുണ്ടായി. ലാഹോറിൽ നിന്ന് മുൻഷി മഹബൂബ് ആലം സാഹിബ് എഴുതുന്നു, നൂർ അഹമ്മദ് എന്നു പേരുള്ള എന്റെ ഒരു പിതൃ സഹോദരൻ ഉണ്ടായിരുന്നു. അയാൾ ഭേടി ചട്ട തഹസീൽ ഹാഫിസാബാദിലെ സ്വദേശിയായിരുന്നു. അയാൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, മിർസ സാഹിബ് മസീഹാണ് എന്ന വാദത്തിന് എന്തുകൊണ്ടൊരു അടയാളവും കാണിക്കുന്നില്ല? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടയാളങ്ങളിൽ ഒന്ന് പ്ലേഗുമാണ്. അത് പ്രവചനത്തിന് ശേഷമാണ് വന്നത്. അത് ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്ലേഗ് നമ്മെ തൊടില്ല. ഈ പ്ലേഗ് മിർസ സാഹിബിനെ നശിപ്പിക്കാനാണ് വന്നത്. ഇത് നമ്മെ ഒരിക്കലും സ്വാധീനിക്കുകയില്ല. മിർസ സാഹിബിനെയാണ് ഇത് ബാധിക്കുക. ഇത്രമാത്രം പറഞ്ഞ് സംസാരം നിർത്തി. മുൻഷി മഹബൂബ് ആലം സാഹിബ് പറയുന്നു, ഞാൻ ലാഹോറിൽ എത്തിയപ്പോൾ ഒരാഴ്ചക്ക് ശേഷം ഞാൻ അറിഞ്ഞത് എളാപ്പ നൂർ അഹമ്മദ് പ്ലേഗ് മുഖേന മരിച്ചു. ഇങ്ങനെ സംസാരം നടന്നതിന് ഈ ഗ്രാമത്തിലെ പലരും സാക്ഷിയാണ്. ഈ സംഭവം ഒരിക്കലും മറച്ചുവെക്കാൻ കഴിയില്ല. പറയുന്നു, ലാഹോറിൽ നിന്ന് മിയാ മിറാജുദ്ദീൻ സാഹിബ് എഴുതുന്നു, മൗലവി സൈനുൽ ആബിദീൻ മൗലവി ഫാസിലിന്റെയും മുൻഷി ഫാസിലിന്റെയും പരീക്ഷ എഴുതി പാസായ വ്യക്തിയാണ്. മൗലവി ഗുലാം റസൂൽ കില്ലാവാലയുടെ ബന്ധുവായിരുന്നു. മതപഠനം പൂർത്തിയാക്കിയ ആളായിരുന്നു. അഞ്ചമൻ ഹിമായത്ത് ഇസ്ലാം ലാഹോറിൽ അവർ നിയമിച്ച അധ്യാപകനുമായിരുന്നു. അയാൾ മൗലവി മുഹമ്മദ് അലി സിയാൽകോട്ടിയുമായി കാശ്മീർ ബസാറിലെ ഒരു കടയിൽ നിന്നുകൊണ്ട് മസീഹ് മൗദിന്റെ സത്യസാക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുബാല ചെയ്തു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് അകം അയാൾ പ്ലേഗ് പിടിപെട്ട് മരിക്കുകയുണ്ടായി. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യയും പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. അക്കൗണ്ടന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരനായിരുന്ന അയാളുടെ മരുമകനും പ്ലേഗ് മുഖേന മരിച്ചു. ഇതേപോലെ അയാളുടെ വീട്ടിൽ 17 പേർ മുബാലക്ക് ശേഷം പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. പറയുന്നു, അത്ഭുതകരമെന്നല്ലാതെ എന്ത് പറയാൻ. ഇവരുടെ വാദപ്രകാരം കള്ളവാദിയും കറ്റുകെട്ടുകാരനും ദജ്ജാലും ഞാനാണെന്നാണ് പറയുന്നത്. എന്നാൽ മുബാല സമയത്ത് ഇവരാണ് മരിക്കുന്നത്. ഇതിന്റെ രഹസ്യം എന്താണെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ? നൗദുബില്ല, അള്ളാഹുവിന് വല്ല തെറ്റും പറ്റിയോ? ഇങ്ങനെയുള്ള നല്ലവരായവരിൽ എന്തുകൊണ്ട് ദൈവകോപം ഇറങ്ങുന്നു? അവർക്ക് തന്നെ മരണവും നിന്ദിതയും അപമാനവും വരുന്നു. മിയാ മിറാജുദ്ദീൻ എഴുതുന്നു, ലാഹോറിലെ കരീം ബക്ഷ് എന്നു പേരുള്ള ഒരു ടീക്കേദാർ ഉണ്ടായിരുന്നു.
അയാളും ഹുസൂറിനോട് വളരെ അപമര്യാദയായി പെരുമാറിയിരുന്നു, മോശമായി സംസാരിച്ചിരുന്നു. ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അയാൾ പിന്തിരിഞ്ഞില്ല. യുവത്വത്തിൽ തന്നെ മരണത്തിന്റെ പിടിയിൽ വരികയുണ്ടായി. सियालकोटी लिखते हैं, പറയുന്നു, सुल्तान സയ്യിദ് അഹമ്മദ് ഷാ സാഹിബ് സിയാൽകോട്ടി എഴുതുന്നു, ये वही ഹാഫിസ് സുൽത്താൻ സിയാൽകോട്ടി ഹുസൂറിന്റെ കഠിന എതിരാളിയായിരുന്നു. सवारी गुजरने पर आप पर राख डाले। സിയാൽകോട്ടിലൂടെ ഹുസൂറിന്റെ വാഹനം കടന്നു പോകുമ്പോൾ 106 में മണ്ണ് വാരിയിടാൻ തയ്യാറായ വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അയാളും 1906 കഠിനമായ പ്ലേഗ് ബാധയെ തുടർന്ന് നശിപ്പിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ 9-10 പേർ പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. സിയാൽകോട്ട് പട്ടണത്തിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമുണ്ട്. ഹക്കീം മുർത്തദ് ഷെഫീഖ് എന്ന ആൾ ബയ്യത്ത് ചെയ്തതിനു ശേഷം മുർത്തദായ വ്യക്തിയാണ്. മദ്രസത്തുൽ ഖുർആൻ എന്ന സ്ഥാപനം തുടങ്ങിയ വ്യക്തിയാണ്. ഹുസൂറിന്റെ കഠിന വിരോധിയായി മാറി. തന്റെ ദേഹേച്ഛ കാരണം ബയ്യത്തിൽ ഈ ദുർഭകന് നിൽക്കാൻ കഴിഞ്ഞില്ല. സിയാൽകോട്ടിലെ उनका शिकार हुआ। ലാഹോറാൻ എന്ന മഹലിലുള്ള കഠിന വിരോധികൾ ഇദ്ദേഹത്തോടൊപ്പം ചേർന്നു. के बाद दीगरे ताउन से मरे और उसके मदरसे को जो लोग അവസാനം ഈ വ്യക്തിയും പ്ലേഗിന്റെ പിടിയിൽ അമരുകയുണ്ടായി. അയാളുടെ ഭാര്യ, മാതാവ്, സഹോദരൻ എല്ലാം ഒന്നിനു ശേഷം ഒന്നായി പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. അയാളുടെ മദ്രസക്ക് സഹായം നൽകിയിരുന്നവരും നശിപ്പിക്കപ്പെടുകയുണ്ടായി. ഇതേപോലെ മിർസ സർദാർ ബേഗ് സിയാൽകോട്ടിയും ചീത്ത പറയുന്നതിലും അപഹസിക്കുന്നതിലും വളരെയധികം മുന്നോട്ടു പോയ വ്യക്തിയായിരുന്നു. എപ്പോഴും പരിഹാസത്തിലും കളിയാക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു. എന്നാൽ ताउन करते हो എന്ത് പറയുമ്പോഴും കുത്തുവാക്ക് പറയും. വളരെ അഹങ്കാരത്തോടെയാണ് സമീപിച്ചിരുന്നത്. അയാളും കഠിനമായ പ്ലേഗിൽ പിടിപെട്ട് മരിക്കുകയുണ്ടായി. ഒരു ദിവസം വളരെ അഹങ്കാരത്തോടുകൂടി ജമാഅത്തിലെ ഒരു വ്യക്തിയോട് പറഞ്ഞു, പ്ലേഗ് എന്ന് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് പ്ലേഗ് പിടിപെട്ടാൽ മാത്രമേ അത് നാം അംഗീകരിക്കുകയുള്ളൂ. ഇതിൽ 2 ദിവസത്തിന് ശേഷം അദ്ദേഹം പ്ലേഗ് മുഖേന മരിക്കുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനഷ്ടമായി പോയ മഹത്വത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ സത്യതയെ ലോകത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ എല്ലാ പ്രവൃത്തിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കണ്ണിന് മൂടുപടമുള്ളവർക്ക് ഇത് जमा किया जाए കാണാൻ കഴിയില്ല. ഈ പ്രസ്ഥാനം ഇപ്പോഴും സൂര്യനെ പോലെ പ്രകാശപൂരിതമായിരിക്കുന്നു. ഇതിന്റെ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങൾക്കും എത്രയോ പേർ സാക്ഷികളാണ്. ഇവരെ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അവരുടെ എണ്ണം എത്രമാത്രമെന്നാൽ ലോകത്തുള്ള ഒരു ഭരണാധികാരിക്കും തന്നെ എത്രമാത്രം സൈന്യം ഉണ്ടാവുകയില്ല. അള്ളാഹു എന്നെ ഇസ്ലാം വരുത്താനാണ് അയച്ചിരിക്കുന്നത്. എന്റെ കൈയാൽ മഹത്തരമായ അടയാളങ്ങൾ പ്രകടമാവുകയുണ്ടായി. വിദേശത്തിൽ നിന്നും മുക്തവും ദൈവഭയം ഹൃദയത്തിലുള്ളവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ പരിശുദ്ധ ചിന്തയുള്ളവരുമാണെങ്കിൽ ഈ അടയാളങ്ങൾ മുഖേന അവർക്ക് ഇസ്ലാമിന്റെ സത്യത വേഗം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ അടയാളം 1-2 അല്ല, 1000കണക്കിന് അടയാളങ്ങളുണ്ട്. അതിൽ ചിലത് ഹഖീഖത്തുൽ വഹി എന്ന എന്റെ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹിജ്റ വർഷം 13-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് കടന്നപ്പോൾ 14-ാം നൂറ്റാണ്ടിന്റെ തലക്കൽ അള്ളാഹു എന്നെ നിയോഗിക്കുകയുണ്ടായി. ആദം മുതൽ അവസാനം വരെ എത്ര പ്രവാചകന്മാർ കഴിഞ്ഞു കടന്നിട്ടുണ്ടോ അവരുടെ എല്ലാ പേര് എനിക്ക് വെക്കുകയുണ്ടായി. അവസാന പേര് എന്റേത് വെച്ചത് ഈസാ മഊദ്, അഹ്മദ് മുഹമ്മദ് മഊദ് എന്നാണ് വെച്ചത്. ഈ 2 പേരോടും കൂടി എന്നെ പലവരും സംബോധന ചെയ്യുകയുണ്ടായി. ഈ 2 പേരുകളെയുമാണ് മസീഹ്, മഹദി എന്നീ വാക്കുകളിൽ വിവരിച്ചിരിക്കുന്നത്. ഏതെല്ലാം മുജ്സത്തുകളാണ് നൽകപ്പെട്ടത്? അവയിൽ ചിലത് പ്രവചനങ്ങളാണ്, അവ ചിലത് അദൃശ്യജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് വിവരിക്കുക എന്നത് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പല ദുആകളും അത് സ്വീകരിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് എന്നെ അറിയിക്കുകയുണ്ടായി. ചിലത് ശാപപ്രാർത്ഥനകളാണ്, അത് മുഖേന കടൽ ശത്രുക്കൾ നശിപ്പിക്കപ്പെടുകയുണ്ടായി. ചില ദുആകൾ ഷഫാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതിന്റെ സ്ഥാനം ദുആകളെക്കാളും ഉന്നതമാണ്. ചിലത് മുബാഹലകളാണ്, അതിന്റെ പര്യവസാനം എന്നത് അള്ളാഹു ശത്രുക്കളെ നശിപ്പിക്കുകയും നിന്ദരാക്കുകയും ചെയ്തു. ചിലത് ഭക്തദാസരുടെ സാക്ഷ്യങ്ങളാണ്, അവർ അള്ളാഹുവിൽ നിന്നും ഇൽഹാം ലഭിച്ചുകൊണ്ട് എന്റെ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞു. ചിലത് എന്റെ ജനനത്തിനു മുമ്പേയുള്ള ഭക്തജനങ്ങളുടെ പ്രവചനങ്ങളാണ്, അവർ എന്റെ പേരും എന്റെ ഗ്രാമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് വാഗ്ദത്ത മസീഹ്, ഇദ്ദേഹം ഉടനെ വരുന്നതാണ് എന്ന് പറയുകയുണ്ടായി. ചിലർ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. എന്റെ നിയോഗത്തെക്കുറിച്ച് എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ ചിലർ പറയുകയുണ്ടായി. അവർ തങ്ങളുടെ ചില ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, അവരെ കാണുന്നതുവരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് അവരോട് പറഞ്ഞിരുന്നു. വാഗ്ദത്ത മഹദിയുടെ കാലത്ത് പ്രകടമാകുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടയാളങ്ങൾ
അതായത് അദ്ദേഹത്തിന്റെ കാലത്ത് റമദാനിൽ ചന്ദ്രസൂര്യഗ്രഹണങ്ങൾ ഉണ്ടാവുക, പ്ലേഗ് നാട്ടിൽ വ്യാപിക്കുക തുടങ്ങിയ എല്ലാ സാക്ഷ്യങ്ങളും എനിക്കായി വെളിപ്പെടുകയുണ്ടായി. ഇതുവരെ 14-ാം നൂറ്റാണ്ടിന്റെ 1/4 നൂറ്റാണ്ട് ഞാൻ കഴിഞ്ഞു കടന്നിരിക്കുന്നു. എത്രമാത്രം തെളിവുകളും സാക്ഷ്യങ്ങളും ഉണ്ട്. അവയെല്ലാം രേഖപ്പെടുത്തുകയാണെങ്കിൽ 1000 ഭാഗങ്ങളിലും അത് ഒതുങ്ങുന്നതല്ല. ഇത് ചഷ്മെ മഅരിഫത്ത് എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. മുമ്പുള്ളത് ഹഖീഖത്തുൽ വഹി എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ ഉദ്ധരണികളിൽ എതിരാളികളുടെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവയെല്ലാം അടയാളങ്ങൾ പൂർത്തിയാക്കുന്നവരായി മാറി. അങ്ങനെ അവരുടെ നാശത്തിന് അത് കാരണമായി. ലോകത്തോട് വിട പറഞ്ഞു. ദുആ സ്വീകാര്യതയെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ട്. ഇനി ഞാൻ അഹമ്മദിയത്ത് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഭവങ്ങൾ കൽപ്പിക്കാം. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അള്ളാഹു എങ്ങനെയാണ് ജനങ്ങൾക്ക് വഴികാട്ടിയത് എന്ന് ഇതിൽ വിവരിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അഫ്സൽ സാഹിബ് പറയുന്നു, എനിക്ക് 12 വയസ്സ് ഉള്ളപ്പോൾ എന്റെ മൂത്താപ്പ ഷെയ്ഖ് ഇബാദുല്ല സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരൻ ഷെയ്ഖ് കറം ഇലാഹി സാഹിബും ഹദ്റത്ത് സാഹിബിന് ബയ്യത്ത് ചെയ്തിരുന്നുവെങ്കിലും ഈ സേവകൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിരുന്നില്ല. ഉദറിന്റെ ഫോട്ടോയും കണ്ടിരുന്നില്ല. ഞാൻ സ്വപ്നം കാണുകയാണ്. എന്റെ ശരീരത്തിലെ ശക്തി മുഴുവനും ചോർന്നു പോയിരിക്കുന്നു. മസ്തിഷ്കത്തിലെ കാര്യങ്ങൾ ഗ്രഹിക്കാനും കണ്ണിന് കാണാനും മാത്രം കഴിയും. എന്റെ മുമ്പിൽ ഒരു ഭക്തവത്സൻ ഇരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ മുട്ടുവരെ കാണാൻ പറ്റുന്ന ഒരാളുമുണ്ട്. നിന്റെ മുമ്പിൽ ഇരിക്കുകയും നിന്നിലേക്ക് നോക്കുകയും ചെയ്യുന്ന ആ വ്യക്തി മിർസ സാഹിബാണ് എന്ന് എന്റെ മനസ്സിൽ ഇട്ടു. പിന്നിൽ കാണുന്ന കാലുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടേതാണ്. അങ്ങനെ എന്റെ കണ്ണുകൾ തുറന്നു. രാവിലെ മുർത്തദ ഖാൻ അബ്ദുള്ള ഖാൻ സാഹിബിന്റെ മകനാണ്. അദ്ദേഹം ഇപ്പോൾ ലാഹോരി ജമാഅത്തിലാണ്. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മിർസ സാഹിബ് മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റൽ സാധിക്കുന്നതാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. ഞാൻ അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. 1905 ഞാൻ ബയ്യത്ത് ചെയ്തപ്പോൾ സ്വപ്നത്തിൽ എന്നിലേക്ക് നോക്കിയിരുന്ന അതേ രൂപത്തിൽ തന്നെയായിരുന്നു അപ്പോൾ ഹുസൂർ. ഇതേപോലെ അള്ളാഹു ആർക്കാണോ ഉദ്ദേശിക്കുന്നത് ശരിയായ പാത കാണിച്ചു കൊടുക്കുന്നു. നിസാമുദ്ദീൻ സാഹിബ് പറയുന്നു, ഞാൻ ബയ്യത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അസ്ർ നമസ്കാരം മസ്ജിദ് മുബാറക്കിൽ നിന്നും അനുഷ്ഠിച്ച് പഴയ ഗോവണിയിലൂടെ ഞാൻ താഴെ ഇറങ്ങുകയായിരുന്നു. ഗോവണിപ്പടിയിൽ തന്നെയായിരുന്നു ഞാൻ. അതിന്റെ മധ്യത്തിലെത്തിയിരുന്നുള്ളൂ. അപ്പോൾ മാന്യവസ്ത്രധാരികളായ 2 യുവാക്കൾ വന്ന് എന്നോട് ചോദിച്ചു, മിർസ സാഹിബ് എവിടെയാണെന്ന് പറഞ്ഞു തന്നാലും. ഞങ്ങൾ വിദൂര സ്ഥലത്ത് നിന്നും ദീർഘയാത്ര ചെയ്ത് ഇവിടെ വന്നതാണ്. ഞാൻ പറഞ്ഞു, വരൂ പറഞ്ഞു തരാം. അവർ പറഞ്ഞു, നിങ്ങളൊന്ന് മാറി വഴി തന്നാലും മുകളിലുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഉടനെ ഞാൻ അവർക്ക് വഴിമാറിക്കൊടുത്ത് അവരെ പിന്തുടർന്നു. അവർ മുകളിലേക്ക് കയറി. പിന്നിൽ ഞാനും. മുകളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഹുസൂർ തലപ്പാവ് ഊരിവെച്ച് വളരെ സ്വസ്ഥമായി ഇരിക്കുകയായിരുന്നു. ചുറ്റും ആളുകളുണ്ടായിരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ആ വ്യക്തികളിൽ ഒരാൾ അവിടെ എത്തിയ ഉടനെ ഹുസൂറിനോട് ചോദിച്ചു, ഗുലാം അഹമ്മദ് എന്നാണോ താങ്കളുടെ പേര്? ഹുസൂർ പറഞ്ഞു, അതെ. വാഗ്ദത്ത മസീഹ് ആണെന്ന വാദം താങ്കൾക്കുണ്ടോ? പറഞ്ഞു, അതെ. ആദ്യം ആ വ്യക്തി പറഞ്ഞു, ആദ്യം ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം എത്തിക്കുന്നു. പിന്നീട് എന്റെ ഭാഗത്ത് നിന്നും സലാം എത്തിക്കുന്നു. ഒരിക്കൽ ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത് കൈ ഹുസൂറിന്റെ തോളിൽ വെച്ചിരിക്കുകയാണ്. പറഞ്ഞു, ഹാദാ മസീഹുൻ, ഇദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്യുക, എന്റെ സലാം പറയുക. അതിനുശേഷം ബയ്യത്ത് ചെയ്തു. സ്വപ്നം കണ്ട സംഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത് ഹുസൂറിനോട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തോളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയുണ്ട്. എന്നിട്ട് ആദാ മസീഹ് എന്ന് പറഞ്ഞു. എന്റെ സലാം നീ എത്തിക്കണം എന്ന് പറയുകയുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം സലാം എത്തിച്ചു. ഹദ്റത്ത് അത്താ മുഹമ്മദ് സാഹിബ് പറയുന്നു, ബയ്യത്തിന് ശേഷം കുറച്ചു ദിവസം ഖാദിയാനിൽ താമസിച്ചു. ഹുസൂറിനോട് അനുമതി വാങ്ങി ലാഹോറിൽ തിരിച്ചു വന്നു. സൂഫി അഹമ്മദ് ദീൻ സാഹിബ് ഡോറിബാഗ് അഹമ്മദി സഹോദരന്മാരുണ്ടായിരുന്നു. അവരുമായി മുലാഖാത്ത് നടത്തി. കുറച്ചു കാലത്തിന് ശേഷം ഒരാൾ സ്നേഹത്തോടെ പറഞ്ഞു, മുഹമ്മദ് സാഹിബ് ഖാദിയാനിൽ വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി.
ദുആ ചെയ്യുകയും ചെയ്തു. നാഥ, ഈ ജമാഅത്തിലുള്ളവർ പറയുന്നത് മിർസ സാഹിബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്നാണ്. അദ്ദേഹം എങ്ങനെയാണ് മുഹമ്മദ് ആവുക? ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് ഹദ്റത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിൽക്കുകയാണ്. ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, ഇത് മിർസ സാഹിബാണ്. പിന്നെ ഞാൻ കാണുന്നത് ആകാശത്ത് നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ഇറങ്ങുന്നതാണ്. ആ പ്രകാശം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മസ്തിഷ്കത്തിൽ പ്രവേശിച്ചു. പിന്നീട് ശരീരം മുഴുവൻ വ്യാപിച്ചു. ആ പ്രകാശം കാരണം ഹുസൂറിന്റെ മുഖം പ്രഭാപൂരിതമായി. ആ മലക്ക് വീണ്ടും ചോദിച്ചു, ഇതാരാണ്? ഞാൻ പറഞ്ഞു, ആദ്യം മിർസ സാഹിബായിരുന്നു, എന്നാൽ ഇപ്പോൾ ശരിക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിരിക്കുന്നു. ഇത് പഴയകാല സംഭവങ്ങളായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അള്ളാഹു വഴികാട്ടുന്നതും അതേപോലെ അടയാളങ്ങളുടെ ഈ ശൃംഖലയും തുടർന്നുകൊണ്ടേ പോകുന്നതാണ്. ഈ പ്രസ്ഥാനം പൂർണ്ണതയിൽ എത്തുന്നതുവരെ ഇത് തുടരും. ആ മഹാത്മാവിന്റെ ഈ പ്രവചനം ഇക്കാലത്ത് ഏതു രീതിയിലാണ് പൂർത്തിയാകുന്നത്, അള്ളാഹു ഈ അടയാളങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നതിനും അള്ളാഹു വഴികാട്ടുന്നു എന്നതിനും ആയിരക്കണക്കിന് മൈൽ ദൂരെ വസിക്കുന്നവരും ഇന്ന് സാക്ഷികളാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളും കൽപ്പിക്കുകയാണ്. മാലിയിൽ ബാല എന്ന സ്ഥലത്ത് തിജാനിയ സംഘടനയിൽപ്പെട്ട ഒരു ഇമാം സാഹിബുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മുഖേന ഈ പ്രദേശത്ത് 93 ഗ്രാമം ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. പിതാവിന്റെ മരണശേഷം ഇദ്ദേഹമാണ് അധികാരിയായത്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അഹമ്മദി സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. ആദം സാഹിബ് പറയുന്നു, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ റൂമിൽ വന്നിട്ടുണ്ട്. ഹുദൂറിന്റെ കൂടെ ഇദ്ദേഹം റൂമിലുണ്ട്. പുറത്ത് കുറെ പണ്ഡിതന്മാർ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാത്തിരിക്കുകയാണ്. പറയുന്നു, ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, പണ്ഡിതന്മാർ താങ്കളെ പുറത്ത് കാത്തിരിക്കുകയാണ്. ഹുദൂർ പുറത്തേക്ക് വരുന്നു. എല്ലാ അനഹമ്മദി പണ്ഡിതന്മാരുടെയും ശിരസിൽ നിന്നും തൊപ്പിയെടുത്ത് മാറ്റുന്നു. എന്റെ ശിരസിൽ മാത്രം തൊപ്പി വെക്കുന്നു. അഹമ്മദിയെ സ്വീകരിച്ചതിനു ശേഷം ഇദ്ദേഹം നമ്മുടെ മുഅല്ലിമീങ്ങളുടെ കൂടെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ഗ്രാമങ്ങളിൽ പോകാറുണ്ട്. ഇതുവരെ 40-ൽ കൂടുതൽ ഗ്രാമങ്ങൾ അഹമ്മദിയത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുറെ ഗ്രാമങ്ങൾ ഇവർക്കുണ്ട്. ബുർക്കിനോ ഫാസോയിലെ ജാറ ബുഖാരി സാഹിബ് നമ്മുടെ റേഡിയോയിലേക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ തബ്ലീഗ് ഞാൻ കേട്ടു. വരാനിരിക്കുന്ന മഹദി ഇമാം ഇദ്ദേഹം തന്നെയാണോ അതോ മറ്റു വല്ലവരുമാണോ എന്നറിയാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതറിയാനുള്ള ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അതിൽ പറയുകയുണ്ടായി. ഇതിനായി ഇസ്തിഖാർ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ആ ദിവസം മുതൽ ഞാനും ഇസ്തിഖാർ ചെയ്യാൻ തുടങ്ങി. ഇസ്തിഖാർ ചെയ്ത് ഒരാഴ്ച മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സ്വപ്നത്തിൽ ഒരു ടെന്റിന് താഴെ പ്രകാശപൂരിതനായ 2 പേരെ കണ്ടു. സ്വപ്നത്തിൽ തന്നെ സുഹൃത്ത് പറയുകയുണ്ടായി, വലതുഭാഗത്തുള്ള ആളാണ് ഇമാം മഹദി, രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ഇവർക്കറിയില്ല. ഇതിനുശേഷം മഹദി സത്യവാനാണെന്ന് മനസ്സിലാവുകയുണ്ടായി. അദ്ദേഹം കള്ളവാദിയായിരുന്നുവെങ്കിൽ ഇസ്തിഖാര ചെയ്തപ്പോൾ അതിന് മറുപടിയായി എന്റെ സ്വപ്നത്തിൽ എങ്ങനെ അദ്ദേഹം വെളിപ്പെടാനാണ്. അതിനാൽ ഞാൻ ബയ്യത്ത് ചെയ്യുന്നു. മിസ്രിൽ നിന്നും ഒരു സഹോദരി എഴുതുന്നു, എനിക്കാണ് ഇപ്രകാരം കത്തെഴുതുന്നത്. അള്ളാഹു തന്റെ ഫضل കൊണ്ട് ചില ഗുണങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ സ്വപ്ന ദർശനത്തിൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെയും താങ്കളെയും കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇക്കാലത്ത് ലോകത്തൊരു ഖലീഫ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇസ്തിഖാര ചെയ്യുകയായിരുന്നു ഞാൻ. 2 പേരെയും അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ നേരത്തെ ശൈത്താൻ എന്നെ വഴിതെറ്റിച്ചു. അള്ളാഹു എനിക്ക് ഇപ്പോൾ സത്യം സ്വീകരിക്കുന്നതിനുള്ള തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അതിന് അവനെ നന്ദി രേഖപ്പെടുത്തുന്നു. ശൈത്താന്റെ വഴിവിഴപ്പിക്കലിൽ നിന്നും അവൻ എന്നെ രക്ഷിച്ചു. എന്റെ ഇസ്തിഖാമത്തിനും മഗ്ഫിറത്തിനും വേണ്ടി ദുആ ചെയ്യാൻ അപേക്ഷിക്കുന്നു. അള്ളാഹു അവർക്ക് ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. മറാക്കിഷിൽ നിന്നും ഒരു സ്ത്രീ എഴുതുന്നു, ഫാഹിമി സാഹിബ പറയുന്നു, ലക്കാമൽ അറബ് മുഖേന ജമാഅത്തിനെ പരിചയപ്പെടുകയുണ്ടായി. എഴുതുന്നു, ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ മറുപടികൾ പ്രാമാണികവും മനസ്സിന് സംതൃപ്തി പകരുന്നതുമായിരുന്നു. എന്നാലും എല്ലാ പ്രോഗ്രാമിലും ഇസ്തിഖാര ചെയ്യാനും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത
തിരിച്ചറിയാനും പ്രാർത്ഥിക്കാൻ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇസ്തിഖാറ തുടങ്ങി. സ്വപ്നത്തിൽ കാണുകയാണ് ഒരു വിശാലമായ പ്രദേശത്ത് വലിയൊരു പന്തൽ കെട്ടിയിട്ടുണ്ട്. ആ പന്തലിൽ ഒരാൾ വളരെ ദുഃഖിതനായിരിക്കുന്നു. അപ്പോഴേക്കും ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു, ചോദിക്കുന്നു, എന്താണ് ഇത്ര ദുഃഖിതനായിട്ടിരിക്കുന്നത്? മറുപടി പറയുന്നു, ഞാൻ വാഗ്ദത്ത മസീഹാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എന്നാൽ ജനങ്ങൾ എന്നെ സത്യപ്പെടുത്തുന്നില്ല. ചോദിച്ച വ്യക്തി പറഞ്ഞു, ഞാൻ താങ്കളെ സത്യപ്പെടുത്തുന്നു, ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വപ്നത്തിന് ശേഷം ഞാൻ പറഞ്ഞു, എന്തു തന്നെ വന്നാലും ശരി, ഒരു പ്രശ്നവുമില്ല. ഉടനെ ഞാൻ ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് ചെയ്തതോടുകൂടി പർദ്ദ ചെയ്യാനും തുടങ്ങി. അവർ ഇവിടെയും വന്നിരുന്നു. ജൽസയുടെ കാഴ്ചകളെല്ലാം കണ്ടു, പന്തൽ കണ്ടു. അവർ സ്വപ്നത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട അതേ പന്തലായിരുന്നു ഇതെന്ന് പറയുകയുണ്ടായി. സ്വപ്നത്തിൽ കണ്ട അതേ കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സത്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കാഴ്ച ഇവിടെയും അവർക്ക് കാണാൻ സാധിച്ചു. മാലിയിൽ നിന്ന് അബ്ദുള്ള സാഹിബ് മുഅല്ലിം എഴുതുന്നു, ബമാക്കുവിലെ ഉസ്താദ് ദാംബലെ സാഹിബ് അഹമ്മദിയത്തിന്റെ കഠിന ശത്രുവായിരുന്നു. അഹമ്മദിയ റേഡിയോയിൽ ടെലിഫോൺ ചെയ്യുമ്പോഴെല്ലാം ജമാഅത്തിന് ചീത്ത പറയുമായിരുന്നു. അയാളെ തിരിച്ചു വിളിച്ചാലും ജമാഅത്തിനെ രൂക്ഷമായി അസഭ്യം പറയുമായിരുന്നു. ഇങ്ങനെ ചെയ്ത് കുറെ കാലം കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ റബുവ FM റേഡിയോയിലേക്ക് കരഞ്ഞുകൊണ്ട് ഫോൺ ചെയ്തു. പറഞ്ഞു, ഒരു രാത്രി മുമ്പ് അദ്ദേഹം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ കാണുകയുണ്ടായി. മസീഹ് മൗഊദിന്റെ കൂടെ അദ്ദേഹം കണ്ട പ്രകാശം മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ അദ്ദേഹം സത്യഹൃദയത്തോടുകൂടി ജമാഅത്തിനോട് മാപ്പിരക്കുന്നു. അഹമ്മദികൾ മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ അള്ളാഹു മാപ്പാക്കുകയില്ല എന്ന് അദ്ദേഹം ഭയക്കുന്നു. ഇത് കേട്ടപ്പോൾ അഹമ്മദിയത്തിൽ പ്രവേശിക്കാൻ മുഅല്ലിം സാഹിബ് ക്ഷണിച്ചു. സത്യം മനസ്സിലായില്ലേ, ഇനി ബയ്യത്ത് ചെയ്തുകൊള്ളുക. അങ്ങനെ അദ്ദേഹം അഹമ്മദിയത്ത് സ്വീകരിച്ചു. അഹമ്മദീയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ പ്രവേശിക്കുകയുണ്ടായി. മാലി റീജനിലെ കോലിക്കോറോയിൽ നിന്നും യൂസുഫ് സാഹിബ് മുഅല്ലിം വിവരിക്കുന്നു, ഞങ്ങളുടെ റീജനിൽ ഗോലിക്കോറയിൽ ജാല ഗുരുജി ഒരു ജന്മന മുസ്ലിം ഉണ്ടായിരുന്നു. മുസ്ലിം കക്ഷികളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥ കക്ഷി ഏതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. കുറെ കാലം സത്യം അന്വേഷിച്ചുകൊണ്ടിരുന്നു, എന്നാൽ എവിടെയും സത്യം കണ്ടെത്താനായില്ല. അഹമ്മദിയ റേഡിയോ റബുവ തുറന്നപ്പോൾ മുഅല്ലിം സാഹിബ് തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, സത്യമതം ഏതാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹു സ്വയം വഴികാട്ടുന്നതാണ്. ഈ മാർഗം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതനുസരിച്ച് പ്രാർത്ഥിക്കാൻ, തപസ്സിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അള്ളാഹു വഴി കാട്ടാത്തതുവരെ ആരോടും സംസാരിക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ തപസ് കുറച്ചു ദിവസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. അതിനകത്ത് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ മകന്റെ തലയിൽ കൈവച്ചു. ഈ സ്വപ്നം കണ്ടതിന് തൊട്ടുടനെ കണ്ണു തുറന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന് ബോധ്യമായത് ലോകത്ത് അഹമ്മദികളാണ് സത്യത്തിൽ നിലകൊള്ളുന്നത്. ഇമാം മഹ്ദി വരും എന്ന് പറയുന്നത് ഇവർ മാത്രമാണ്. ഈ സ്വപ്നത്തിന് തൊട്ടുടനെ മാലിയിലെ വാർഷിക ജൽസയിൽ പങ്കെടുത്തു. അവിടെ ഇമാം മഹ്ദിയുടെ ഫോട്ടോ കണ്ടു പറഞ്ഞു, ഇത് തന്നെയാണ് ഇമാം മഹ്ദി അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരാണ് എന്റെ വീട്ടിൽ വന്നിരുന്നത്. അങ്ങനെ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. മാലിയിൽ നിന്നും നമ്മുടെ മുറബി ബിലാൽ സാഹിബ് എഴുതുന്നു, അഹമ്മദിയ റേഡിയോ സ്റ്റേഷൻ ചിക്കാസോയിൽ നമ്മുടെ ഒരു അഹമ്മദി സുഹൃത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയായിരുന്നു. അദ്ദേഹം കാരണം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് അഹമ്മദിയത്തിനോട് കൊടിയ വിരോധമായിരുന്നു. നിങ്ങളുടെ റേഡിയോ കേൾക്കുമ്പോഴെല്ലാം ചീത്ത പറയുക അല്ലാതെ മറ്റൊന്നും ഞാൻ പറയാറുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി നിങ്ങളുടെ മൊബൈലിൽ ലൈവ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. അത് കേട്ട് മനസ്സിൽ ശാപിച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. എന്നാൽ രാത്രിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരികയും എന്നെ ചീത്ത പറയുകയും ചെയ്തു. ഞാൻ സ്വപ്നത്തിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് ചോദിച്ചു. യാ റസൂലുള്ളാഹ്, എനിക്ക് മാപ്പ് നൽകുകയാലും ഞാൻ ഇനി ഒരിക്കലും അഹമ്മദ് ചീത്ത പറയുന്നതല്ല. ഇന്നു മുതൽ ഞാനും അഹമ്മദിയാണ്. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ സഹോദരൻ നല്ല ആവേശമുള്ള മൊബൈലിലാണ്. മാലിയിൽ നിന്നും മുഅല്ലിം അബ്ദുല്ല സാഹിബ് എഴുതുന്നു, ബമാക്കുവിൽ ഒരു വിദ്യാർത്ഥി ദാവരെ സാഹിബ് ഇന്റർനെറ്റിൽ അഹമ്മദിയത്തിനെ കുറിച്ച് പഠനം നടത്തി. പഠനത്തോടൊപ്പം ഫ്രാൻസ് ജമാഅത്തുമായി ബന്ധം സ്ഥാപിച്ചു. ഫ്രാൻസ് ജമാഅത്ത് ബമാക്കു മിഷനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു.
ഈ വിദ്യാർത്ഥി മൗലവി സാഹിബുമായി ബന്ധപ്പെട്ടും ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. ചോദ്യത്തിൽ ഉത്തരം ലഭിച്ചപ്പോൾ ആ വിദ്യാർത്ഥിക്ക് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലായി. എന്നാൽ ബയ്യത്ത് ചെയ്തില്ല. ഒരു ദിവസം മൗലവി സാഹിബിന്റെ അടുത്ത് ആ വിദ്യാർത്ഥി വന്നു. അവർ പറഞ്ഞു, ഞാൻ ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം രാത്രി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കണ്ടിരുന്നു. അദ്ദേഹം ഇവന്റെ വീട്ടിൽ വന്നിരുന്നു. ആ മഹാത്മാവിന്റെ മുഖത്ത് നല്ല പ്രകാശമായിരുന്നു. ഇങ്ങനെയുള്ള പ്രകാശം മുമ്പ് ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ബയ്യത്ത് ചെയ്യണം. ബയ്യത്ത് ചെയ്യുക മാത്രമല്ല, ജമാഅത്തിനോടൊപ്പം ചേർന്ന് തബ്ലീഗ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാലി റീജനിൽ ഗോലിക്കോറയിൽ നിന്ന് അവിടുത്തെ മുബല്ലി ഫാത്തി സാഹിബ് എഴുതുന്നു, എന്റെ റീജനിൽ നിന്നും സയ്യിദ് ഗോലിവാലി സാഹിബ് നമ്മുടെ റേഡിയോ അന്നൂറിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ പൂർവികർ ബിംബാരാധകരായിരുന്നു. ഇദ്ദേഹത്തോട് ബിംബാരാധന നടത്താൻ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ ബിംബാരാധന തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പം വലുതായപ്പോൾ ബിംബങ്ങളെ ആരാധിക്കയില്ലെന്ന് വെട്ടിത്തുറന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിൽ മാതാപിതാക്കളും കുടുംബങ്ങളും അദ്ദേഹത്തോട് ദേഷ്യം പിടിച്ചു. ഈ എതിർപ്പിനെ വകവെച്ചില്ല. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇമാം മഹദിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറെ കാലം കാത്തിരുന്നപ്പോൾ ഒരിക്കൽ സ്വപ്നം കാണുന്നു. വെള്ള നിറമുള്ള ഒരു ഭക്തവത്സൻ മാലിയിലെ വടക്ക് ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഭക്തവത്സനെ കാണാനായി കുറെ പേർ തടിച്ചുകൂടിയിട്ടുണ്ട്. ഉദുറിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉദുറിന്റെ പ്രകാശപൂരിതമായ വദനബിംബം കണ്ട് ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നിരുന്ന ഒരാൾ പറഞ്ഞു, ഇതാണ് ഹദ്റത്ത് ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കാഴ്ച കണ്ടുടനെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അതിനുശേഷം ഇമാം മഹദി വന്നു എന്നുറപ്പായി. എന്നാൽ മുസ്ലിം കക്ഷികളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയപ്പോൾ ഇമാം മഹദി വന്നു എന്ന് ആരും പറയുന്നുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായി അഹമ്മദിയ റേഡിയോ അന്നൂർ ഓൺ ചെയ്തു. അതിൽ ഇമാം മഹദിയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ബോധ്യമായി, ഇവരാണ് സത്യമാർഗത്തിലുള്ളവർ. ഈ സ്വപ്നത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഹമ്മദിയ മിഷൻ ഹൗസിൽ വന്ന് എല്ലാ വീട്ടുകാരും മൊത്തം ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇവിടെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഫോട്ടോ കണ്ടുകൊണ്ടു പറഞ്ഞു, സ്വപ്നത്തിൽ കണ്ട ഇദ്ദേഹം തന്നെയാണ് ഇമാം മഹദി. 10,000 ഫ്രാൻസിഫ എന്ന വലിയ തുക ചന്തയായിട്ട് നൽകി സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു. ഇതെല്ലാം അള്ളാഹു തആല ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള അടയാളങ്ങളാണ്. ഇതിനെ അടയാളങ്ങളും സാക്ഷ്യങ്ങളുമായി കണക്കാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? ഇത് ജനഹൃദയങ്ങളെ പിടിച്ചുകുലുക്കുകയാണ്. മറ്റു മുസ്ലിങ്ങളും ഇത് മനസ്സിലാക്കുകയും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാനായി പ്രാർത്ഥിക്കുകയും വൈകാട്ടാനായി അള്ളാഹുവിനോട് പറയുകയും ചെയ്തിരുന്നെങ്കിൽ, എതിർപ്പിന് പകരം സത്യമാർഗം അന്വേഷിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഇവർക്ക് അള്ളാഹു വഴികാട്ടുമായിരുന്നു. അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ അവനിൽ നിന്നുള്ളവനാണെന്ന് തെളിയിച്ചു കാട്ടാനായി എത്രയോ അടയാളങ്ങൾ അള്ളാഹു പ്രകടിപ്പിക്കുകയുണ്ടായി. അവ 1000 പ്രവാചകന്മാർക്ക് വീതിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ നുബുവത്തും ഇത് മുഖേന തെളിയിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇത് അവസാനത്തെ കാലമാണ്. ശൈത്താൻ തന്റെ സന്താനങ്ങളോടൊപ്പം അവസാന ആക്രമണമാണ് ഇത് നടത്തുന്നത്. അതിനാൽ ശൈത്താനെ പരാജയപ്പെടുത്തുന്നതിനായി 1000കണക്കിന് അടയാളങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. എന്നാൽ മനുഷ്യരുടെ ശൈത്താന്മാർ ഇത് അംഗീകരിക്കുന്നില്ല. കച്ചുകെട്ടിലൂടെ വെറുതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്താൽ സ്ഥാപിതമായ ഈ പ്രസ്ഥാനം നശിപ്പിക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അള്ളാഹു ആഗ്രഹിക്കുന്നതിന്റെ പ്രസ്ഥാനത്തെ അവന്റെ കരങ്ങളാൽ ശക്തിപ്പെടുത്തണമെന്നാണ്. അങ്ങനെ അത് പൂർണ്ണതയിൽ എത്തുന്നതാണ്. അവസാനമായി മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയും മുസ്ലിം നാടുകൾക്ക് വേണ്ടിയും ദുആക്ക് അപേക്ഷിക്കുകയാണ്. അള്ളാഹു ഈ നാടുകളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കട്ടെ. ശാന്തിയും സമാധാനവും ശരിക്കും ഇവർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഏതൊരാളെയാണോ ഇമാം മഹദിയാക്കി അയച്ചത്, ആരെയാണോ ലോകത്ത് സമാധാനം ഉണ്ടാക്കാനായി അയച്ചത്,
അദ്ദേഹത്തെ ഇവർ സ്വീകരിക്കുമാറാകട്ടെ. മസീഹ് മുഹമ്മദിയെ പിൻപറ്റുന്നവരായി മാറട്ടെ. അദ്ദേഹത്തെ കുറിച്ചുള്ള പ്രവചനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നൽകിയിട്ടുള്ളത്. ഇവരുടെ മോക്ഷത്തിന് ഈ ഒരു മാർഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനത്തിനുള്ള ഒരേ ഒരു വഴി ഇത് മാത്രമാണ്. അള്ളാഹ് ഇവർക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.